നല്ല വചനം പേജിലൂടെ പുതിയ നിയമത്തിലെ രക്ഷാ നഷ്ട സാധ്യത പ്രമേയങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും റോമാലേഖനം 11 അധ്യായത്തിന്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലെ പഠനത്തിലേക്ക് സ്വാഗതം. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവിക സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണിതവും കാണുക. വീണവിൽ ദൈവത്തിന്റെ കണ്ണിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഈ വാക്യാംശം വായിച്ചിട്ട് ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്റെ ആത്മീക ജീവിതത്തിലെ രക്ഷ നഷ്ടപ്പെടുമെന്നും അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏക മാർഗം ഞെളിയാതെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതുമാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ആത്മരക്ഷ എന്ന് പറയുന്നത് ഒരാള് തന്നെത്താൻ വളരെ സൂക്ഷിച്ച് എവിടെ ഒട്ടിക്കപ്പെട്ടിരിക്കുന്നുവോ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ താഴെ വീണുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് ചിന്ത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു, ഏതിനെക്കുറിച്ച് പറയുന്നു, അവിടുത്തെ പ്രമേയം എന്താണ്? ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിൽ ഉള്ള പരാജയം കൊണ്ടാണ് പല ആളുകൾക്കും ഇത് ഗ്രഹിക്കാൻ പ്രയാസമായി വരുന്നത്. റോമാലേഖനം 11 അധ്യായത്തിൽ ഒരു അനാലജി അപ്പോസ്തലൻ പറയുകയാണ്. കാട്ടൊലിവ്, നാട്ടൊലിവ്, സ്വാഭാവിക കൊമ്പുകൾ, സ്വാഭാവികമല്ലാത്ത കൊമ്പുകൾ. കാട്ടൊലിവിനെ നാട്ടൊലിവിനോട് ഒട്ടിച്ചിട്ട് ആ നാട്ടൊലിവിന്റെ കൊമ്പിനെ പോലും ദൈവം ആദരിയാതെ അതിനെ ഒടിച്ചു കളഞ്ഞെങ്കിൽ നിന്നെയും ആദരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെയും രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ വചനഭാഗം നമ്മൾ പഠിക്കുമ്പോൾ റോമർ 9, 10, 11 അധ്യായങ്ങൾ യഹൂദന്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ രക്ഷയല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം. വ്യക്തിഗതമാകുന്ന രക്ഷയാണ് ഇത് എന്നെടുക്കുമ്പോഴാണ് രക്ഷാ നഷ്ടപാത പ്രമേയം ഇവിടെ സാധൂകരിക്കപ്പെടുന്നത്. എന്റെ 2 സ്നേഹിതരായ സജി മണിയാറ്റ്, അദ്ദേഹം IPC ചർച്ചിന്റെ ഒരു പാസ്റ്ററാണ്. ഷാർജയിൽ ഇപ്പോൾ അദ്ദേഹമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരിക്കുന്ന ജനൂ നൈനാൻ എന്ന് പറയുന്ന ഒരു ദേഹവും അവരിരുവരും ചേർന്ന് റോമർ 9, 10, 11 അധ്യായങ്ങൾക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് സുലഭമാണ്. വാസ്തവത്തില് ഈ റോമർ 9, 10, 11 അധ്യായങ്ങളുടെ സ്റ്റഡി സംബന്ധിച്ച് ഏറ്റവും അനുകരണീയമായ, വിശ്വസനീയമായ ഒരു പഠനം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ യുവ സഹോദരന്മാരുടെ രചനയിലൂടെയാണ്. ആ പുസ്തകം ഞാൻ സസൂക്ഷ്മം വായിച്ചു. അതിന് ഞാൻ പ്രീഫേസ് എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സജി മണിയാറ്റ് എന്ന് പറയുന്ന സഹോദരനോട് അത് ചോദിച്ച് വാങ്ങി അതിന്റെ കോപ്പികൾ കരസ്ഥമാക്കി അത് പഠിക്കണം എന്ന് ദൈവനാമത്തിൽ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അങ്ങനെ പഠിച്ചാൽ അത് ഗുണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സകല സംശയവും എന്നേക്കുമായി ദൂരീകരിക്കപ്പെടും. പല ആളുകളും ഈ 11 അധ്യായത്തിൽ പറയപ്പെടുന്ന ഇൻഡിവിജ്വൽ സാൽവേഷൻ, വ്യക്തിഗതമാകുന്ന രക്ഷയാണെന്നാണ്. അങ്ങനെയല്ല. അത് യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചില പ്രതീകങ്ങളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ ചരിത്രത്തിൽ തിരഞ്ഞെടുത്ത് അവരിലൂടെ ദൈവിക രക്ഷാ പദ്ധതിയുടെ പ്രദർശനം എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നതിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ യുഗപരവും ജാതിപരവുമായ രക്ഷയുടെ പരിപാടിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ വ്യക്തികളുടെ രക്ഷയെക്കുറിച്ചല്ല. 11 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 25, 26, 27 ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നാം സുവിശേഷ ഭാഗങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതുപോലെ യഹൂദന്റെ മെസ്സിഹയായിട്ടാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്. നിങ്ങൾ ഓർക്കണം, കർത്താവായ യേശുവിന്റെ ജനനത്തിങ്കിൽ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന ആ വിദ്വാൻമാരായ ആളുകൾ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ഹെരോദാവിനോട് ആരാഞ്ഞത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നായിരുന്നു. അപ്പൊ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്, യഹൂദന്മാരുടെ രക്ഷകനായിട്ടാണ്. അവർ അവനെ നിഷേധിച്ചു. കർത്താവായ യേശു രക്ഷിതാവായി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ യാതൊരു ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മുൻഗണന നൽകി രക്ഷിതാവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ രക്ഷിതാവിനെ അവർ നിഷേധിച്ചു, ഉപേക്ഷിച്ചു കളഞ്ഞു. അതുനിമിത്തം ദൈവം അവരുടെ പ്രാമാണ്യത്വത്തിന് താൽക്കാലികമായി അറുതി വരുത്തി. യഹൂദൻ എന്ന് പറയുന്നത് ലോക ജനതയുടെ നടുവിലെ ഏറ്റവും ശ്രദ്ധേയരായ ജനവംശാവലിയായിരുന്നു. ന്യായപ്രമാണം, പുത്രത്വം, വാഗ്ദത്തങ്ങൾ, അവകാശങ്ങൾ, വാഗ്ദത്ത പ്രകാരം മെഷിയായും അവർക്കാണ് ലഭിച്ചത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു റിലീജിയനിൽ കൂടി സർവശക്തനാകുന്ന ദൈവം, പ്രപഞ്ചത്തിന്റെ അധിപനായ ദൈവം തന്നെക്കുറിച്ച് തന്നെയുള്ള വെളിപ്പാട് ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അത് ദൈവം നൽകിയത് യഹൂദ ജാതി മുഖാന്തരമാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് സ്വർഗത്തിലെ ദൈവം തന്റെ വെളിപ്പാടുകളായ ദൈവവചനം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യഹൂദന്മാർക്കാണ്. 148 സംഘങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവൻ യാക്കോബിന് തന്റെ വചനങ്ങളും ഇസ്രായേലിന് തന്റെ കൽപ്പനകളും അറിയിച്ചു. ഇങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അപ്പൊ കർത്താവായ യേശുവിനെ സംബന്ധിച്ചും ദൈവവചനത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളും ലോകത്തിന് ദൈവം പ്രദാനം ചെയ്തത് ഈ പറയപ്പെട്ട യഹൂദ ജാതി മുഖാന്തരമായതുകൊണ്ട് അവരെ പ്രമാണികരായി കണക്കാക്കിയിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിച്ചവർ എന്ന നിലയിൽ അവർ മുൻഗണനയിൽ ഉണ്ടായിരുന്നു, മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ജാതികളുടെ രക്ഷ കൂടി നിശ്ചയിച്ചിട്ട് യുഗപരിപാടിയിൽ ജാതികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ യുഗപരമായ രക്ഷയുടെ പ്രതീകങ്ങളാണിതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇൻഡിവിജ്വൽ സാൽവേഷൻ അല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ക്രൂശിലെ ബലിമരണം യഹൂദന്മാർ അവനെ തള്ളിക്കളഞ്ഞ് അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രൂശിച്ചു കൊന്നത് മുഖാന്തരമായി ജാതികളെ കൂടെ ദൈവത്തിന്റെ യുഗപരമായ രക്ഷയിലേക്ക് ദൈവം എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? കർത്താവിന്റെ മധ്യാവകാശ വരവ് കഴിയുമ്പോൾ വീണ്ടും യഹൂദനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വാസ്തവത്തിൽ അല്പം പിന്നോക്കം ഭവിച്ചിരിക്കുന്നു. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറഞ്ഞു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്തായിത്തീരും? കർത്താവായ യേശുവിനെ ജാതീയമായ നിലയിൽ യഹൂദന്മാർ നിഷേധിക്കുകയും അവനെ ഉപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കുള്ള രക്ഷാപദ്ധതിക്ക് തകരാറുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള ദൈവത്തിന് നേരിലുള്ള ഏർപ്പെടലുകൾക്ക് ഒരു വിഘ്നമുണ്ടായി. അവരെ ആ മുൻഗണനാ പട്ടികയിൽ നിന്ന് ദൈവം അല്പം മാറ്റി ജാതികൾക്ക് ഈ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ യുഗപരമായ രക്ഷാ പദ്ധതിയുടെ കാര്യപരിപാടിയിൽ അവസരം കൊടുക്കുകയും ചെയ്തു. അവരുടെ രക്ഷാ പരിപാടിയും വാസ്തവത്തില് ദൈവം നീക്കിക്കളഞ്ഞിട്ടില്ല, താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നും യഹൂദന്റെ രക്ഷ പ്രാപിപ്പാൻ കഴിയും. പക്ഷേ അത് കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രമേ സാധിക്കുകയുള്ളൂ. ജാതീയമായ രക്ഷ അവരില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, പ്രാമാണികത്വം നൽകി ഇസ്രായേലിനെ ദൈവം വെച്ചിരുന്ന സ്ഥാനത്ത് ജാതികളെ ദൈവം ആ പ്രാമാണികത്തിലേക്ക് കൊണ്ടുവരികയും സ്വഭാവത്താൽ പ്രാമാണികത്വം നൽകപ്പെട്ടിരുന്ന യഹൂദ ജാതിയെ പിന്നോക്കം തിരിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് അവർക്ക് യുഗപരമായ പ്രാമാണികത്വം ദൈവം നൽകിയിട്ടില്ല. എന്നാൽ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടാനുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് അവർ ദൈവകൃപയ്ക്ക് പങ്കാളികളായി കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായി ആ സഭ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ വരവ് സംഭവിക്കുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും യഹൂദനുള്ള ദൈവത്തിന്റെ പ്രാമാണിത്വപരമായ നീക്കം സംഭവിക്കും. ഈ വസ്തുതയെ ഒരു ഉദാഹരണ മുഖാന്തരം അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുക. ഈ ഭാഗത്ത് ഒലിവുമരം അതിന്റെ കൊമ്പുകൾ ചെതിനെ ഒടിച്ചിട്ട് കാട്ടൊലിവിന്റെ കൊമ്പുകളെ ഒടിച്ച് അതിൽ ഒട്ടിച്ചു. എന്നാൽ സ്വാഭാവികമായ ഒലിവുമരത്തിന്റെ കൊമ്പുകളെ ഒടിച്ചു മാറ്റിയിട്ട് ആ സ്ഥാനത്ത് കാട്ടൊലിവിന്റെ കൊമ്പുകളെ ഒട്ടിച്ചു. ഇനിയും എന്താ സംഭവിക്കുന്നത്? ഇനിയും കുറച്ചു കഴിയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇനിയും കുറച്ചു കഴിയുമ്പോൾ വാസ്തവത്തില്
ക്രിസ്തുവിന്റെ മരണത്തിന്റെ കാട്ടൊലിവിന്റെ കൊമ്പുകളെ ഒടിച്ചിട്ട് അതിലൊട്ടിച്ചിട്ട് കുറച്ചു കഴിയുമ്പോൾ കാട്ടൊലിവ് കൊമ്പുകളെ ഓടിച്ചു കളഞ്ഞിട്ട് വീണ്ടും നല്ല ഒലിവ് കൊമ്പുകളെ അതിന്മേൽ ഒട്ടിക്കും. ഇതിന്റെ വ്യാഖ്യാനം എങ്ങനെ എടുക്കണം, നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? നല്ല ഒലിവ് മരം അബ്രഹാം അഥവാ ഇസ്രയേലിയ പിതാക്കന്മാർ. നല്ല ഒലിവ് മരം എന്ന് പറയുന്നത് അബ്രഹാമാണ്, ഇസ്രയേലിയ പിതാക്കന്മാരാണ്. കാട്ടൊലിവ് എന്ന് പറയുന്നത് ജാതികളാണ്. അവിടെ അവരിൽ കൂടി ദൈവം തന്റെ രക്ഷാപരിപാടി ലോകത്തെ അറിയിച്ചു കൊണ്ടുവരികയായിരുന്നു. യഹൂദനിൽ കൂടിയും ദൈവം ഈ വെളിപ്പാട് നൽകുമ്പോൾ ജാതികളുടെ രക്ഷയാണ് വാസ്തവത്തിൽ ദൈവം അത് ഉദ്ദേശിച്ചത്. എന്നാൽ കൃപാകാലത്ത് വന്നപ്പോൾ അവരുടെ സ്ഥാനത്ത് ജാതികളെ ചേർത്ത് രക്ഷിത ഗണത്തിൽ യഹൂദനുള്ള പ്രാമാണ്യത ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവസഭയുടെ കാലമാണ്. ഇന്ന് ജാതികളാണ് അതിന്റെ ബഹുഭൂരിപക്ഷം ആളുകളും. രക്ഷിക്കപ്പെടുന്നവരെല്ലാം ജാതികളാണ്. ആകയാൽ ജാതിപരമായി യഹൂദന്റെ പ്രാമാണ്യത മാറ്റപ്പെട്ടു എന്ന് കാണിക്കുന്നു. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ജാതി എന്ന നിലയിൽ യഹൂദന്മാർക്ക് ലഭിച്ചിരുന്ന ആ പ്രാമാണ്യത നഷ്ടപ്പെടുകയും കർത്താവ് വന്നു കഴിഞ്ഞാൽ ജാതികളെ മുൻപിലത്തെ നിലയിൽ മാറ്റി നിർത്തിയിട്ട് ഇസ്രായേലിനെ ആദ്യ നിലയിൽ കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശിലെ വരവ് വരെയാണ് ഈ കാട്ടൊലിവിന്, ഈ നാട്ടൊലിവിന്റെ കൊമ്പുകളിലേക്കുള്ള സ്ഥാനത്തിന്റെ പ്രാമാണികത ദൈവം നിശ്ചയിക്കുന്നത്. അത് കഴിയുമ്പോൾ അത് അവസാനിക്കുകയും ആദ്യ നിലയിൽ നിന്ന് മാത്രമല്ല അവരെല്ലാവരും രക്ഷിതഗണമായി രംഗത്ത് വരികയും ചെയ്യും. ഇങ്ങനെ ജാതീയമായ അംഗീകരണവും തിരസ്കരണവുമല്ലാതെ വ്യക്തിപരമായ രക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് ഒരക്ഷരം പോലും ഈ റോമർ 9, 10, 11 അധ്യായങ്ങളിൽ പൗലോസ് പറഞ്ഞിട്ടില്ല. ഇവിടെ പറയപ്പെടുന്ന ജാതീയമായിരുന്ന രക്ഷയുടെ മാതൃകയാണ്. വ്യക്തിയുടെ രക്ഷയെ നേടിയെടുക്കുന്നത് കൊണ്ട് ആണ് ഇത് തെറ്റിപ്പോകുന്നത്. നീ എന്ന് പറയുന്നത് പ്രജാതിയെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന വാക്കാ 11 അധ്യായത്തിന്റെ 13. അല്ലാതെ വ്യക്തിയെക്കുറിച്ചല്ല. അങ്ങനെ വരുമ്പോൾ വ്യക്തികളുടെ രക്ഷാനഷ്ടം ഇവിടുത്തെ പ്രമേയമേ അല്ല എന്നുള്ളത് ഈ വചനഭാഗം സൂചിപ്പിക്കുന്നു.